കൂടുള്ള ആളുകളുടെ ഉള്ളിലിരിപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ഈ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താ എന്നുള്ളത് അവരുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുകയാണ്. ചില ആളുകളുടെ മനസ്സിൽ എന്താ എന്നുള്ളത് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് ഒരേപോലെ തന്നെ കാണാൻ സാധിക്കും. പക്ഷെ ചില ആളുകളുടെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് അതുപോലെ ആണോ എന്ന് മനസ്സിലാക്കാൻ അവരുടെ ആക്ഷൻ ഒന്ന് നോക്കിയാൽ മതി. ആ ഒരു ട്രാൻസ്പെറൻസി എല്ലാവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചുറ്റുപാടുണ്ടാവും കുറച്ച് ആളുകൾ, അവർക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല വാക്കുകൾ കൊണ്ട്, അല്ലെ? പക്ഷെ നമ്മളോട് എത്രമാത്രം ഒരു വ്യക്തിക്ക് ഇഷ്ടമുണ്ട്, നമ്മൾ എത്രമാത്രം ആ വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവരുടെ ആക്ഷന് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ആളുകൾക്ക് ഒരിക്കലും അവരുടെ ആക്ഷൻ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ല, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയാം. പക്ഷേ അവരുടെ ആക്ഷനിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല അവരുടെ ലൈഫിൽ. ആ വ്യക്തിയുടെ പ്രവൃത്തി എങ്ങനെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അതാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ചില ആളുകളില്ലേ, അവരുടെ വാക്കിൽ നമ്മളോടുള്ള ആത്മാർത്ഥത ഇങ്ങനെ തുളുമ്പിരിക്കുന്നുണ്ടാവും, അല്ലെ? വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ അവരുടെ ആക്ഷനിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ദെയർ ആക്ഷൻ. ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളെയൊക്കെ നോക്കുക. മേ ബി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകൾ അവർ നിങ്ങളടുത്ത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് മനസ്സിലാക്കാതെ പോകരുത്. അവരുടെ ആക്ഷനിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹമുണ്ട്, നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവരുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം, പക്ഷേ ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എഫേർട്ട് വരണം. ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതാണ് റിയൽ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരിക്കലും പറയരുത്, ചില ആളുകൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്, മിക്സ്ഡ് സിഗ്നൽ ഒക്കെ തരുന്നു എന്ന് പറയരുത്. ഒരു മിക്സ്ഡ് സിഗ്നൽ എന്നുള്ള ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മിക്സ്ഡ് ആവുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ മിക്സ്ഡ് സിഗ്നൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ആക്ഷനിലേക്ക് നിങ്ങൾ നോക്കുക. അവരുടെ ആക്ഷൻ അവർ പറയുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ആക്ഷൻ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മിക്സ്ഡ് സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽ കിട്ടും. ആളുകളെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത് നിങ്ങളുടെ പരിചയത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അവർക്ക് കൂടെ അയച്ചു കൊടുക്കും.